ഹലോ കുട്ടികളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉച്ചയൂണിനുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഒരു മോരുകറിയും ഒരു പയറുപ്പേരിയും ഒരു കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടാക്കിയത്. പിന്നെ അച്ചാർ ഓൾറെഡി ഉള്ളതായിരുന്നു കേട്ടോ. മോരുകറിക്ക് നമ്മൾ ഇവിടുത്തെ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത് ചേമ്പും കിഴങ്ങും പിന്നെന്താ വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഇല്ലെങ്കിൽ ഒരു കുമ്പളങ്ങയോ പപ്പായോ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ചേന ഉണ്ടെങ്കിൽ ചേനയും നമുക്കിത് കൂടെ ചേർക്കാം. ചേന ഇല്ലാത്ത കാരണം നമ്മൾ ചേർത്തിട്ടില്ല. നമ്മളിവിടെ വെള്ളരിക്കയും ചേമ്പും കിഴങ്ങും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല മോരുകറിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. ആദ്യം കഷ്ണങ്ങളിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അത് വേഗം വെന്തോളും. ഒരു 2 വിസിൽ വന്നാൽ തന്നെ അത് പച്ചക്കറിയാണല്ലോ, വേഗം വെന്തോളും. വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിക്കുക. കാരണം വെച്ചാൽ തൈരെല്ലാം ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടി ചാറ് ഒരുപാടായ മോരുകറി ടേസ്റ്റ് കുറയും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ, കുക്കറിലാകുമ്പോൾ അധികം വെള്ളം വേണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ മാത്രം ഒരു 2 വിസിൽ വരത്തക്ക സമയം ഒന്ന് വേവിച്ച് വെക്കാം. അത് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങാരപ്പ് റെഡിയാക്കാം. തേങ്ങാരപ്പിന് നമുക്ക് തേങ്ങയും നല്ല ജീരകവും കുറച്ച് കുരുമുളകും പിന്നെ പച്ചമുളകും വേണ്ടതാണ്. 2 പച്ചമുളക് കൊണ്ട് ചേർത്തേണ്ടതാണ്. ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ചേർത്തില്ല. നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2 പച്ചമുളകും ചേർത്തണം. പിന്നെ വെള്ളം ഒഴിച്ചിട്ടല്ല തേങ്ങ അരയ്ക്കുന്നത്, നമ്മൾ തൈരാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈര് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തേങ്ങ അരച്ച് റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് പച്ചക്കറിയെല്ലാം വെന്തിറക്കണു. ഇത് കുഞ്ഞു കുക്കറായത് കാരണം അതിലെല്ലാം കൂടി നമുക്ക് ചേർത്ത് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തേങ്ങ അരപ്പെല്ലാം റെഡിയാക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കറാണെങ്കിൽ അതിൽ തന്നെ എല്ലാം ചേർത്തിട്ട് നിങ്ങളത് തിളപ്പിക്കാൻ വെച്ചോളൂ. തേങ്ങാരപ്പ് ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂടാവണ വരേക്കും കയ്യിൽ കൊണ്ടൊന്ന് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ തൈരാണല്ലോ, പിരിയാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തിളച്ചാലും പിരിയാൻ ചാൻസ് ഇല്ല. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടു, നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല കറിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിൽ വറവിടാനായിട്ട് കടുക്, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് കടുക് വറുത്തിടാം. ഒരു സിമ്പിൾ കറിയാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാം. ഒരു നാടൻ മോരുകറിയാണ്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഒരു പയറുപ്പേരി ഉണ്ടാക്കിയെടുക്കാം. പയറുപ്പേരിക്ക് നമ്മൾ പയറും പിന്നെന്താ ഒരു 2 ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. പയർ മാത്രമാകുമ്പോൾ കുറച്ചേ ഉള്ളൂ. അത് കാരണം ഞാൻ 2 ഉരുളക്കിഴങ്ങ് അത് കൂടെ ചേർത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. പയർ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം, രണ്ടും തനിയെ നമുക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഞാൻ പയർ കുറച്ച് കുറവായ കാരണം അതിൻ്റെ കൂടെ 2 കഷ്ണം 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. കടുക് പൊട്ടിക്കുക, കറിവേപ്പില, സവാള, മുളക്. ഇവിടെയും പച്ചമുളക് ഇല്ലാത്ത കാരണം വറ്റൽമുളക് ഉപയോഗിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയത്. പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെന്താ, ഉപ്പേരിയിൽ ഞാനിവിടെ മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. ഉപ്പേരി ചിലതിൽ മാത്രമേ കാബേജ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുള്ളൂ. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ കുഞ്ഞു റെസിപ്പിയാണ്, ജസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് കാണിച്ചതാണ്. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം. ഇത് മോനും മോൾക്കും വേണ്ടിയിട്ടാണ് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നത്. അത് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. അതിൻ്റെ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലവർ പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് തിരുമ്പിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത്രയാണ് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയത്. അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എത്തിച്ചതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു പ്രത്യേക വേറൊരു രുചിയാണ്, ഒരു നാടൻ റെസിപ്പിയാണ്, കുഞ്ഞു റെസിപ്പികളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിന്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ ഞാൻ വീഡിയോ എടുത്തില്ല. മോരുകറിയും പയറുപ്പേരിയും പിന്നെന്താ കോളിഫ്ലവർ ഫ്രൈയും പിന്നെ ഓൾറെഡി കുറച്ച് അച്ചാറുണ്ട്, അതെല്ലാം ഉണ്ടാക്കിയത്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറും പാത്രത്തിലാക്കിയിട്ട് ജോലിക്ക് പോയി. എല്ലാം റെഡിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. മോരുകറിയും ഉപ്പേരിയും കോളിഫ്ലവർ ഫ്രൈയും പിന്നെ ഓൾറെഡി അച്ചാറുണ്ട്. എല്ലാം റെഡിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ.